ആനന്ദേ. ഇളയമയോ? അയ്യോ, വിലാസിനി മാഡം. ഈശ്വര, എന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് വല്യുഞ്ഞ് തിരക്കി വന്നതാ. ഫോൺ കിച്ചണിൽ വെച്ച് മറന്നു. വല്യുഞ്ഞിനെ എങ്ങനെ അറിയിക്ക? നീ എന്താ ഈ നിലാവത്തഴിച്ചു വിട്ട കോഴിയെ പോലെ കറങ്ങി നടക്കുന്നേ? അത് അകത്ത് മൊബൈൽ സിഗ്നൽ കിട്ടുന്നില്ല, അതുകൊണ്ടാ. ഓ, അതാണോ? സിഗ്നൽ കിട്ടുന്നില്ലേ അതോ ഫോൺ കിട്ടുന്നില്ലേ? അല്ല, ഇളയമ്മ ഇവിടെ. ഞാനും അതാ ഇറങ്ങിയത്. അകത്ത് റേഞ്ച് കിട്ടുന്നില്ല. സഹദേവട്ടം വിളിക്കാന്ന് പറഞ്ഞിരുന്നേ. എപ്പ വിളിക്കും? പുറത്ത് നല്ല മഞ്ഞുണ്ടല്ലേ? ആനന്ദേ, ഇന്ന് നീ വെറുതെ മഞ്ഞ് കൊള്ളാൻ നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ. അല്ല, ഇളയമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, നല്ല മഞ്ഞുണ്ടെന്ന് പറയായിരുന്നു. റേഞ്ച് ഇല്ലാത്ത വലിയ കഷ്ടോ. അല്ല, ഇളയച്ചൻ വിളിക്കുന്നില്ലല്ലോ. വിളിക്കും, ഇപ്പൊ വിളിക്കും. നിന്റെ ഇന്നത്തെ കണ്ടുമുട്ടൽ ഞാൻ ഇപ്പൊ തകർത്തു തരാം. വിലാസിനിയോടാ അവന്റെ കളി. ദാസേട്ടാ. ഇളയമ്മ എന്തിനാ ദാസേട്ടനെ വിളിക്കുന്നേ? പറഞ്ഞു മാഡം. മാഡം എന്തിനാ വിളിച്ചേ? ദാസേട്ടാ, ജോലിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? അതെ മാഡം. ദാസേട്ടൻ എന്താ ഒരുമാതിരി ഡള്ളായിരിക്കുന്നേ? സുഖമില്ലേ? ഏയ്, അസുഖമൊന്നുമില്ല മാഡം. ഏയ്, അല്ല, ദാസേട്ടൻ എന്തോ അസ്വസ്ഥതയുണ്ട്. അത് ഈ മുഖം കാണുമ്പോ അറിയാം. ഇല്ല മാഡം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതുപോട്ടെ, ദാസേട്ടന്റെ നാട്ടിലുള്ള വീട് കച്ചവടമായോ? ഇല്ല മാഡം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിക്കണം. നടക്ക് ദാസേട്ടാ, വാ. ദാസേട്ടാ, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വിവരിച്ചു പറഞ്ഞേ. എത്ര സെന്റ് അത്? ഇത് ഞാൻ കല്യാണിയെ കാണാതിരിക്കാനുള്ള ഇളയമ്മയുടെ അടവാ. അതിനാ തടസ്സമായിട്ട് ദാസേട്ടനെയും കൂടി വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എത്ര നേരം ഇവിടെ തപസ്സിരുന്നാലും ഇന്ന് കല്യാണിയെ കാണാന്ന് നീ വിചാരിക്കണ്ട. ഈ വല്യൂഞ്ഞിനെയും കാണുന്നില്ലല്ലോ. വിലാസിനി മേഡം എന്താ അച്ഛനോട് ഇത്ര സംസാരിക്കാൻ? എന്തായാലും നല്ല കാര്യമായിരിക്കില്ല. പിന്നെ ദാസേട്ടാ, എന്താ അവസാന വിലയെന്ന് പറഞ്ഞാ ഞാൻ അത് അവരോട് സംസാരിക്കാം. അത് വീട് വന്ന് കാണാതെ എങ്ങനെ വില? ഓ, അതൊന്നും സാരമില്ലെന്നേ. അയ്യോ, ദേ സമയം 11:10. ദാസേട്ടന് രാവിലെ ജോലിക്ക് പോകാനുള്ളല്ലേ. ബാക്കിയൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. ശരി മാഡം. ശരി, ചെല്ലേ.
ഹലോ, തൃച്ചംബരത്തെ മൊയ്തീനെ, കാഞ്ചനമാലയെ കാണാനില്ലല്ലേ? കഷ്ടം തന്നെ. അയ്യോ, ഈ അർദ്ധരാത്രിയിലെ കുഞ്ഞു മഞ്ഞു കൊണ്ടതൊക്കെ വെറുതെ ആയിപ്പോയി. ഒന്നിങ്ങോട്ട് വന്നേ. MBA ഗോൾഡ് മെഡലിസ്റ്റിന്റെ ആ പരാജിത മുഖമൊന്ന് കൺകുളിർക്കെ കാണട്ടെ ഞാൻ. ഹായ് ഇളയമ്മേ. നീ എന്താ ഇവിടെ? അതാണ് എന്റെ ബ്രോയെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ വെറുതെ മഞ്ഞു വിളിക്കുന്നു തോന്നുന്നുണ്ട് എന്റെ ഇളയമ്മയ്ക്ക്. താങ്ക്സ് എന്റെ ഇളയമ്മേ. എന്തിനാന്നല്ലേ, തൃച്ചംബരത്തെ മൊയ്തീനും ഔട്ട് ഹൗസിലെ കാഞ്ചനമാലയ്ക്കും സ്വസ്ഥമായിട്ട് പ്രണയിക്കാൻ തക്ക വിധത്തിലേ ദാസേട്ടന് ഇത്ര നേരം അവിടെ പിടിച്ചു നിർത്തിയില്ലേ, അതിന്. ഇളയമേ പോവല്ലേ, ഇത് കേട്ടിട്ട് പോ. ഇളയമേ, കിട്ടിയ സമയത്തിനുള്ളില് എന്റെ മനസ്സിൽ ഒരു കവിത അങ്ങോട്ട് വിരിഞ്ഞു. അതിനൊരു പേര് പറഞ്ഞിട്ട് പോ, അല്ലെങ്കിൽ അതിനേത് പേരാ ചേരാന്ന് പറഞ്ഞാൽ മതി. തലയിലുറഞ്ഞ മഞ്ഞുതുള്ളി എന്നിടണോ അതോ പൊട്ടിപ്പൊളിഞ്ഞ പാഴ്മേഘം എന്നിടണോ? എളമേ പൂവലെളമേ പ്ലീസ്. ഷടാ ശാരദാംബരം ചാരു ചന്ദ്രിക. എന്റെ ദേവി, ആ ഫോൺ ആരുടെയും കണ്ണിപ്പെടല്ലേ. വല്യുഞ്ഞ് എന്നെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു എന്നല്ലേ പറഞ്ഞത്? ആരെങ്കിലും കണ്ടിട്ടുണ്ടാവോ? എന്താടി രാവിലെ നിന്ന് സ്വപ്നം കാണുക? ദേ, നീ കാണുന്ന ഒരു സ്വപ്നവും ഫലിക്കാൻ പോകുന്നില്ല. എന്താ കാര്യമെന്നറിയോ? അവനവന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള സ്വപ്നങ്ങളെ കാണാവൂ. നിന്റെ നിലവാരം അനുസരിച്ചുള്ള സ്വപ്നങ്ങളല്ലല്ലോ കാണുന്നത്. അതുകൊണ്ട് ഒന്നും ഫലിക്കാൻ പോകുന്നില്ല. മൊയ്തീന് സ്വപ്നം കണ്ടിരുന്ന കാഞ്ചനമാലയുടെ അവസ്ഥയായിരിക്കും നിനക്കുണ്ടാവാൻ പോകുന്നത്. ദേ, നീ അഖിലാണ്ടേശ്വരിയോട് കാണിക്കുന്നത് കപട ഭക്തിയും കള്ള സ്നേഹമാണെന്ന് അതോടെ ബോധ്യമായി. മാഡം, ഇങ്ങനെയൊന്നും പറയരുത്. അഖില മാഡം എനിക്ക് ദൈവത്തെ പോലെയാ. അഖില മാഡത്തിന്റെ വാക്കുകൾ ഞാനൊന്നും അനുസരിച്ചിട്ടേ ഉള്ളൂ. നിർത്തടി നിന്റെ മഹിമ പറച്ചില്. നീ അങ്ങനെ ഉള്ളവളായിരുന്നെങ്കിൽ ആനന്ദിന്റെ കല്യാണം കഴിയുന്നത് വരെ തൃച്ചംബരത്ത് കാല് കുത്തരുതെന്ന് പറഞ്ഞ അഖിലയുടെ വാക്കുകൾ അനുസരിക്കുമായിരുന്നു. നീ ഇന്നലെ തൃച്ചംബരത്തെ അടുക്കളയിൽ വന്ന കാര്യം ആരും അറിയില്ലെന്ന് വിചാരിച്ചോ? അഖിലയുടെ ചുമ മാറാൻ ഔഷധരസം ഉണ്ടാക്കിയത് ആരാടി? നീ ആര്? വൈദ്യരത്നം കല്യാണിദാസോ? ആനന്ദിനും അരവിന്ദനും ചിക്കൻ ഫ്രൈയും പെപ്പർ ചിക്കനും ഉണ്ടാക്കി വെച്ചത് ആരാടി? എന്താടി, എന്റെ ചോദ്യത്തിനൊന്നും നിനക്ക് ഉത്തരവില്ലേ? നിന്റെ ചെവി പൊട്ടിപ്പോയോ? ചോദിച്ചത് കേട്ടില്ലേ? ഇതൊന്നും തൃച്ചംബരത്തെ വിലാസിനി കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? മാഡം, അത് പിന്നെ പിന്നെയല്ല, ഇപ്പൊ പറയണം.
നീ ഇന്നലെ തൃച്ചംബരത്തെ അടുക്കളയിൽ വന്നതേയില്ല. മാഡം ഞാൻ കള്ളം കാണിച്ചതും പോരാ, വീണ്ടും കള്ളം പറയാൻ ശ്രമിക്കുന്നു. ദേ, നിനക്ക് നിന്റെ മറ്റവൻ സമ്മാനിച്ച ഈ ഫോൺ പിന്നെ ആരാടി തൃച്ചംബരത്തെ അടുക്കളയിൽ കൊണ്ടുവച്ചത്? ഇത് തിരിച്ചെടുക്കാൻ നീ വീണ്ടും വരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നതാ, നിന്നെ കയ്യോടെ പിടിച്ച അഖിലാണ്ടീശ്വരിയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ട്. നീ പഠിച്ച കള്ളിയായതുകൊണ്ട് നീ വന്നില്ല. നിനക്ക് അറിയായിരുന്നു രണ്ടാമത് വന്നാ നീ പിടിക്കപ്പെടുമെന്ന്. മൊയ്തീൻ കാഞ്ചനമാലയുടെ സ്വരം കേൾക്കാൻ വെമ്പൽ കൊണ്ട് പകലും രാത്രിയും തൃച്ചംബരത്തിന്റെ മുറ്റത്തും ഔട്ട് ഹൗസിലും ഒക്കെ കറങ്ങി നടക്കുന്നത് ഞാൻ കണ്ടു. പിന്നൊരു കാര്യം, ബ്രാൻഡ് അംബാസിഡർ മത്സരത്തിന്റെ 1ാം പരീക്ഷ ജയിച്ചു എന്ന് കരുതി നീ കൂടുതൽ നകളിക്കൊന്നും വേണ്ട. ഇനിയുള്ള ഒരു പരീക്ഷയ്ക്ക് നീ ജയിക്കാൻ പോകുന്നില്ല. നീ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനെത്ര നീചമായ വഴിയും ഞാൻ സ്വീകരിക്കും. നീ നോക്കിക്കോ. എടി, നൃത്തം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ നിന്റെ കാലിലും കയ്യിലും എടുത്തു വെച്ച് ആടാവുന്ന ഒന്നാണെന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. അതിന് തപം ചെയ്യണം. അടുക്കളയിൽ എച്ചിൽ പാത്രം കഴുകുന്ന നിനക്ക് ഈ ജന്മം അതിന് കഴിയില്ല. ആനന്ദിന്റെ മുമ്പിൽ ചാടിത്തുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലെ നിസ്സാരാണെന്ന് കരുതിയോ ഡാൻസ്? ഇനി നിന്റെ കാമുകന്റെ സ്വാധീനം ഉപയോഗിച്ച് ജയിക്കാമെന്ന് വല്ല വ്യാമോഹവും നിനക്കുണ്ടെങ്കിൽ അതിപ്പം ഞാൻ അങ്ങ് അവസാനിപ്പിച്ചു തരാം. ഈ കാല് നിലത്തുറച്ചാലല്ലേ നിനക്ക് ചുവട് വയ്ക്കാൻ കഴിയും. മാഡം ഇത് വല്ലതോ ആനന്ദോ മറ്റാരെങ്കിലോ അറിഞ്ഞാ നിന്റെ ഈ കാല് വെട്ടിമുറിച്ച് ഞാൻ പട്ടിക്കിട്ടു കൊടുക്കും. ഇന്നാ നിന്റെ കാമുകനെ വിളിച്ച് സൊള്ളി പൊള്ളിയ കാലും നോക്കി ഇതിനകത്തിരുന്നോണം. അഖിലാണ്ടേശ്വരിയുടെ വിലക്ക് മാറിയാലും കുറച്ചു കാലത്തേക്ക് ഈ കാലും വെച്ച് തൃച്ചംബരത്തിന്റെ മുറ്റത്ത് പോലും വരാൻ പാടില്ല. വിലാസിനിയോടാ നിന്റെ കളി. വിലാസിനി മാഡം, ഇവരെന്താ ഔട്ട് ഹൗസിൽ നിന്ന് വരുന്നേ? അയ്യോ, ചേച്ചി ഇവിടെ ഒറ്റയ്ക്കാണല്ലോ. എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള പോക്കാണെന്ന് തോന്നുന്നു. ചേച്ചി, ചേച്ചി, ചാർട്ട് കിട്ടിയോ നിങ്ങൂട്ടാ? കിട്ടി ചേച്ചി. എന്തോ ചേച്ചി, ചേച്ചിക്കൊരു വിഷമം പോലെ. ഏയ് ഒന്നുമില്ല നിങ്ങൂട്ടാ.
എനിക്ക് വിഷമമൊന്നുമില്ല. നിനക്കതൊക്കെ വെറുതെ തോന്നണതാ. എന്തിനാ ചേച്ചി എന്നോട് കള്ളം പറയുന്നേ? ഞാൻ കടയിലേക്ക് പോയപ്പോ പാട്ട് മൂളിക്കൊണ്ടിരുന്ന ആളല്ലല്ലോ ഇപ്പോ. അല്ല, ഇന്ന് പ്രോജക്റ്റ് വർക്ക് വെക്കണം, നേരത്തെ പോണെന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇവിടെ സംസാരിച്ചോണ്ട് നിക്ക. ബാഗെല്ലാം ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്നാവട്ടെ. ചേച്ചി ചേച്ചി വിഷയം മാറ്റാനൊന്നും നോക്കണ്ട. ഞാൻ വന്നപ്പോ ആ വിലാസിനി മേഡം ഇവിടുന്ന് ഇറങ്ങി പോകുന്ന കണ്ടല്ലോ. സത്യം പറ, അവര് ചേച്ചി ഉപദ്രവിച്ചോ? പറ ചേച്ചി, അവർ ചേച്ചി ഉപദ്രവിച്ചോന്ന്. ഛേ, എന്തിനാ ചേച്ചി കരയുന്നേ? അവർ ചേച്ചി അടിച്ചു അല്ലേ? ഏയ്, ഒന്നുമില്ല അനിയൻകുട്ടാ, നീ സ്കൂളിൽ പോവാൻ നോക്ക്. ചേച്ചി സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോയി വല്യുവിനെ വിളിച്ചോണ്ട് വരും. അല്ലെങ്കിൽ സത്യം പറഞ്ഞോ, അവരെന്ത് ചെയ്തു ചേച്ചിയെ? പറയില്ലല്ലേ? ഞാൻ വല്യുവിനെ വിളിക്കാൻ പോവാ. അനിയൻകുട്ടാ, വേണ്ട, ഞാൻ പറയാം. അയ്യോ, കാലം അടിക്ക് ചേച്ചി. എന്താ ചേച്ചി ഇത്? ഞാൻ ആ സ്ത്രീയെ കൊല്ലും. ഞാനിത് വല്യുവിനോട് പറയാൻ പോവാ. അനിയൻകുട്ടാ, ഇതുകൊണ്ടാ ഞാൻ ഒന്നും പറയാതിരുന്നത്. ചേച്ചി, അടുത്ത ആഴ്ച ഡാൻസ് മത്സരമാ. അതിന് പ്രാക്ടീസ് ചെയ്യാതിരിക്കാനാ മനഃപൂർവ്വം അവരിങ്ങനെ കാണിച്ചേ. ഇനി നമ്മൾ എന്ത് ചെയ്യും ചേച്ചി? കരയില്ലേടാ, എന്റെ മോൻ കരഞ്ഞ ചേച്ചിക്ക് സഹിക്കില്ല. ചേച്ചി, ഞാനിത് വല്യുവിനോട് പറയാൻ പോവാ. അയ്യോ അയ്യോ, വീടല്ലേ ചേച്ചി? അനിയൻകുട്ടാ, നീ ഇതിപ്പോ വല്യുഞ്ഞിനോട് പറഞ്ഞ വല്യുഞ്ഞി ഇത് വിലാസിനി മേഡത്തിനോട് ചോദിച്ച് വഴക്കാക്കും. പിന്നെ അത് അഖില മേഡം അറിയും. എന്തിനാ വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊക്കെ പോണേ? അതുകൊണ്ട് ഇതാരും അറിയാണ്ട് നീ വേണം നോക്കാൻ. കല്യാണി, എന്താ അനിയൻകുട്ടനോട് ആരും അറിയരുതെന്നൊക്കെ പറഞ്ഞത്? ആ, അത് ക്ലാസ് പീറ്റേക്ക് പോവാത്തോണ്ട് ടീച്ചർ മാർക്ക് ഷീറ്റ് തന്നു വിട്ടു. അച്ഛന്റെ ഒപ്പ് ചേച്ചി ഇട്ടെന്നെ. അതാരോടും പറയരുതെന്നാ പറഞ്ഞ. ഓഹോ, അപ്പൊ കള്ളപ്പാചകം മാത്രമല്ല, കള്ള ഒപ്പിടിയിലും ഉണ്ടല്ലേ? അനിയൻകുട്ടാ, സ്കൂളിൽ പോവാൻ സമയായി, പോവാൻ നോക്ക്. അല്ല, ഇനി യൂണിഫോം ഒന്നും വേണ്ടേ? ഇന്ന് കളറാ വല്യുങ്ങ. പോയിട്ട് വരാം. ആ അതെ, മൊബൈലിൽ യൂട്യൂബിൽ നിന്നും ഡാൻസിന്റെ ബേസിക് വീഡിയോസും മറ്റും കുറച്ച് ഞാൻ ഡൗൺലോഡ് ചെയ്ത് നിന്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. നമുക്കത് നോക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമുക്കധികം സമയമില്ല. എന്താ ആലോചിച്ച് നിൽക്കുന്നേ? വാ, സ്റ്റാർട്ട് ചെയ്യാം. എന്തു പറ്റി കാലിന്? നിന്റെ കാലിന് എന്തു പറ്റിയെന്ന്? ഇരിക്ക. എന്തു പറ്റി? അത് ചെറിയൊരു പൊള്ളല. ഇത് നന്നായിട്ട് പൊള്ളിയിരിക്കുകയാണല്ലോ. ഇതെങ്ങനെ സംഭവിച്ചതാ? അത് ചായ ഇട്ടോണ്ടിരുന്നപ്പോ
കൈ തട്ടി തിളച്ച വെള്ളം കാലിൽ വീണതാ. ഏയ് ഇതൊന്നുമല്ല, നീ എന്നെ മറക്കുക. നീ ചായ ഇടുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. മാത്രമല്ല 2 കാൽപാദങ്ങളും പൊള്ളണമെങ്കിൽ ഇതാരോ ബോധപൂർവം ചെയ്തതാ. നീ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ദാസേട്ടൻ പറഞ്ഞു. അയ്യോ, അച്ഛനൊന്നും പറഞ്ഞില്ല വല്യുഞ്ഞെ. പിന്നെ ഇളയമ്മ വന്നിരുന്നു ഇവിടെ. ഏയ് ഇല്ല വല്യുഞ്ഞെ, എന്നെ വിശ്വസിക്കേ. എന്റെ കൈ തട്ടി ചൂടുവെള്ളം വീണതാ.